സ്ട്രോങ്സ്റ്റ് ആയിട്ട് ഡെവിൾ ഫ്രൂട്ട്സ് ഏതൊക്കെയാണ് വൺ പീസിലുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്പർ 10 സൊർസൊർനോമി ഒരു പാരമേഷ്യ ടൈപ്പ് ഡെവിൾ ഫ്രൂട്ടാണ്. അത് നമ്മളെന്ന് വെച്ചാൽ നമ്മുടെ യൂസറിനെ ഇൻട്രാക്ട് ചെയ്യാനും പിന്നെ മാനിപ്പുലേറ്റ് ചെയ്യാനും ഹ്യൂമൻ സോൾസിനൊക്കെ മാനിപ്പുലേറ്റ് ചെയ്ത് എടുക്കാനാണ് റിലി ആ ഒരു സഹായിക്കുന്നതെന്ന് വെച്ചാൽ ഇത് റിലി ഒബ്റ്റൈൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ബിഗ് മാം വഴിയാണ്. അപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ റിലി നമ്മുടെ ഹ്യൂമൻ സോളിനെ റിലി നമ്മുടെ ആ ഒരു ബോഡിയിൽ നിന്ന് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അത് മാത്രമല്ല വേറെ കാര്യമാണ്, നമ്മുടെ ഈ ബോഡിയിൽ നിന്ന് വലിച്ചെടുക്കുക നമ്മുടെ ലൈഫ് സ്പാനും കൂടെ കുറയ്ക്കാനും വലിച്ചെടുക്കാൻ എത്രമാത്രം പറ്റൂ എന്നൊരു കൂടി എബിലിറ്റി ഈ ഒരു ഡെവിൾ ഫ്രൂട്ട് കൺസ്യൂം ചെയ്ത ആൾക്ക് കിട്ടുന്നുണ്ട്. പിന്നെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാരണം വെച്ചാൽ ഈ ഒരു സോൾ എടുക്കുന്ന ഈ ഒരു സോൾ റിയലി മറ്റേ നോൺ ലിവിങ് തിങ്സും അങ്ങനത്തെ ഉള്ള ഓരോ തിങ്സും റിയലി ജീവൻ കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അത് മാത്രമേ അവരുടെ ആ ഒരു ഹാബിറ്റോ അവരുടെ ആ ഒരു ക്യാരക്ടറോ ഈ ഒരു സോളുള്ള ഈ ഒരു വ്യക്തി ഒരു ഡെവിൾ ഫ്രൂട്ട് യൂസറിന് മാറ്റാൻ വേണ്ടി സാധിക്കും. പിന്നെ ഇതിൻ്റെ വീക്ക്നെസ് എന്ന് വെച്ചാൽ ഈ ഒരു ഡെവിൾ ഫ്രൂട്ട് യൂസറിൻ്റെ ഈ ഒരു സോൾ എടുക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്ന കാരണം വെച്ചാൽ നമ്മൾ അയാളോട് ഇപ്പോൾ പേടിയില്ലാത്ത പോലെ നിൽക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു ഈ ഒരു കാര്യത്തിൽ വീഴായിരിക്കാൻ വേണ്ടി സാധിക്കുന്നത്. നമ്മുടെ ജിംബയുടെ കേസിൽ എടുക്കാൻ നോക്കുക, നമ്മുടെ ബിഗ് മാം ജിംബയുടെ കയ്യിൽ നിന്ന് സോൾ സ്റ്റീൽ ചെയ്യാൻ നോക്കിയിട്ട് ബട്ട് സാധിച്ചില്ല. അതൊരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം. നമ്പർ 9 ഹിറ്റനോമി മോഡൽ ഡൈബുട്സു. ഹിറ്റനോമി മോഡൽ ഡൈബുട്സു ഇസ് എ മിത്തിക്കൽ സോൺ ടൈപ്പ് ഡെവിൾ ഫ്രൂട്ടാണ്. അതെന്ന് വെച്ചാൽ നമ്മുടെ ആ യൂസറിനെ ഒരു ലാർജ് ഗോൾഡൻ ബുത്തയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സഹായിക്കുകയാണ് ചെയ്യുന്നത്. റിയലാതെ ഈട്ടം ചെയ്തിരിക്കുന്നത് നമ്മുടെ സെങ്കോക്കാണ്, നമ്മുടെ ഫോർമർ ഫ്ലീറ്റ് അഡ്മയർ. ബട്ട് നമുക്ക് ഈ ഒരു ഡെവിൾ ഫ്രൂട്ടിനെ കുറിച്ച് അധികം വലിയ ഇൻഫർമേഷൻസോ പവേഴ്സിനെ കുറിച്ച് വലിയ അബിലിറ്റി ഒന്നും നമുക്ക് കണ്ടിട്ടില്ല. ഇതിൽ നമ്മുടെ സെങ്കോക്ക് ഇത് ഒറ്റ പ്രാവശ്യം മാത്രമാണ് റിയലി യൂസ് ചെയ്തിരിക്കുന്നത്. ബട്ട് അപ്പോൾ തന്നെ നമുക്ക് കാണുമ്പോൾ സാറേ നമ്മുടെ കോമ്പാറ്റ്സിന് വേണ്ടി വളരെ യൂസ്ഫുൾ ആകുന്നൊരു ഡെവിൾ ഫ്രൂട്ട് ആണ് ഇത്. ലൈക്ക് മറ്റേ അതറായിട്ടുള്ള സോൺ ടൈപ്പ് ഡെവിൾ ഫ്രൂട്ട് പോലെ തന്നെ ഗിവൻ നമ്മുടെ യൂസറിന് അതിൽ മാക്സിമം സ്ട്രെങ്ത് കൊടുക്കുകയാണ് ഇത് ചെയ്യുന്നത്. നമ്മുടെ മറൈൻ ഫുഡ് വാർഡ് നമ്മൾ കണ്ടായിരുന്നു. വീട്ടിൽ നമ്മുടെ സെങ്കോക്കൂടെ പഞ്ചൊക്കെ നൈസായിട്ട് ഇൻക്രീസ് ചെയ്ത് ഫുൾ ബോഡി സ്ട്രെങ്ത് ഒക്കെ കൂടി നല്ല ഫിസിക്കൽ സ്ട്രെങ്ത് കൂടിയായിരുന്നു. ഒരു ഗോൾഡൻ ഷോക്ക് വേവ്സും ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു. അത് നമ്മുടെ ബ്ലാക്ക് ബേഡ്സിന് വരെയും നമ്മുടെ ലൂഫീനെ വരെ ഇഞ്ചുറി ചെയ്യാൻ വരെ സാധിച്ചിട്ടുണ്ടായിരുന്നു. നമ്പർ 8 മഗുമഗുനോമി ഇസ് ലോഗേറ്റഡ് ഡെവിൾ ഫ്രൂട്ട് ആണ് മഗുമോനോയിഡ്സ്. അത് നമ്മുടെ യൂസിന് അല്ലോ ചെയ്യുന്ന വെച്ചാൽ മറ്റൊരു വലിയൊരു മാഗ്മയിലേക്കാണ് ഫുൾ ബോഡി ട്രാൻസ്ഫർ ചെയ്യാൻ സഹായിക്കുന്നത്. ഇതിൽ ഈറ്റം ബൈ നമ്മുടെ കറണ്ട് നമ്മുടെ സാക്കസൂക്കാണ് റിലേറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഫ്ലീറ്റ് അഡ്മയർ അക്കൈന് വഴിയാണ് കൺസ്യൂം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കമ്പയർ ടു അതർ ലോഗേറ്റഡ് ഇത് എക്സ്ട്രാ മോർ പവർഫുൾ ആയിട്ടുള്ള രീതിയിൽ ലോഗേറ്റഡ് ഡെവിൾ ഫ്രൂട്ട് ആയിരുന്നിട്ട് നമ്മുടെ ഓർഡർ ഒരു വർഷം വന്നിട്ടുണ്ട്. ഇപ്പോൾ അക്കൈന് രീതി നമ്മുടെ വൺ പീസ് കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കുക അക്കൈന് അത് റിലി ഒരു വർഷം കൊണ്ട് മാത്രം സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള കാര്യമാണ് എന്ന് രീതി നമ്മൾ ഓർഡർ വരെ പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല അക്കൈന് രീതി നമ്മുടെ അവോക്കേജി പോലെ തന്നെ നമുക്ക് അക്കൈന് ഓരോ ഐലൻഡിൻ്റെ ക്ലൈമറ്റ് വരെ ഫുള്ളായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഐലൻഡ് മൊത്തമായിട്ട് ലാവ നിറച്ച ഒരു ബേണിംഗ് ഐലൻഡാക്കി വരെ അക്കൈന് രീതി ട്രാൻസ്ഫർ ചെയ്തിട്ടാണ്. മാത്രമല്ല പിന്നെ നമ്മുടെ ഇപ്പോൾ ഒരു സാധാരണ ഈ ഒരു എബിലിറ്റി അതിൻ്റെ ആ ഒരു മാഗ്മ എബിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ സാധാരണ നോർമൽ പേഴ്സൺ പുള്ളിക്കാനെ തോടുകയാണെങ്കിൽ തന്നെ പുള്ളി ഫുള്ളത്തോടെ അങ്ങ് ബേൺ ആയി പോകുന്നുണ്ട്. അത് മാത്രമല്ല നമുക്ക് വെപ്പൺസ് വരെ മെൽറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ആ ഒരു സമറ്റ് വാർ നടന്ന് നമുക്കറിയാം അക്കൈന് നമ്മുടെ ജിംബയും ഇവാങ്കവയും പിന്നെ നമ്മുടെ വൈറ്റ് ബീഡും അത് മാത്രമല്ല നമ്മുടെ ഏസും കൂടി ചേർന്ന് വരെ ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും നമ്മുടെ അക്വൈനൊരു തോപ്പിക്കാൻ സാധിച്ചില്ല. പിന്നെ അതിൻ്റെ ഒരു സിഗ്നേച്ചർ ഫൈറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ട്രാൻസ്ഫർ അതിൻ്റെ ഹാൻഡ് മൊത്തത്തോടെ മാഗ്മയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അതിൻ്റെ ഒപ്പോണൻസിനെ ഫൈറ്റ് ചെയ്യും. പിന്നെ മാഗ്മയിലേക്ക് ഹാൻഡ് ട്രാൻസ്ഫർ ചെയ്യും. മൊത്തം ഹാൻഡിലേക്ക് സ്കൈയിലേക്ക് പഞ്ച് ചെയ്ത് മാഗ്മ സ്കൈയിലേക്ക് വിട്ട് റെയിൻ പോലെ ചെയ്യുന്ന ഒരു ഫൈറ്റും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഓരോ ഡെവിൾ ഫ്രൂട്ട്സ് വീക്ക്നെസ് എന്ന് പറയുന്നത് ഇതിനൊരു ഒരു വീക്ക്നെസ് ഇതായിട്ട് റിവീൽ ചെയ്തിട്ടില്ല എന്നാണ് സത്യം എന്ന് വെച്ചാൽ റിയലി നമ്മുടെ ആ ഒരു അവോക്കിജി വരെ റിയലി ഡിഫീറ്റ് ചെയ്തു. കാരണം അവോക്കിജിക്ക് റിയലി ഈ ഒരു ഡെവിൾ ഫ്രൂട്ടിൻ്റെ റിയലി വീക്ക്നെസ് ആകാൻ വരെ സാധിക്കുമെന്ന് വിചാരിച്ചായിരുന്നു. റിയലി അവോക്കിജി റിയലി ഐസ് ആണല്ലോ, അങ്ങനെ വിചാരിച്ച അവോക്കിജി വരെ റിയലി നമ്മുടെ അക്കൈനെ റിയലി ഡിഫീറ്റ് ചെയ്തായിരുന്നു. നമ്പർ 7 ഉവോനോമി മോഡൽ സീറിയോ. ഉവോനോമി മോഡൽ സീറിയോ ഇസ് മിത്തിക്കൽ സോവൻ്റെ ഡെവിൾ ഫ്രൂട്ട് ആണ്. റിയലി നമ്മുടെ യൂസറിന് റിയലി ആലോചന ഒരു കൊളേഷൻ ആയിട്ടുള്ള ഡ്രാഗണിലേക്ക് തന്നെ ട്രാൻസ്ഫർ ചെയ്യാൻ സഹായിക്കുന്നു. ആ റിയലി നമ്മുടെ ഈറ്റം റിയലി നമ്മുടെ ഫോർമർ സി എംബർ ആയിരുന്ന കൈഡോ കൺസ്യൂം ചെയ്തിരിക്കുകയായിരുന്നു. പിന്നെ റിയലി ഫ്രൂട്ടിൻ്റെ എബിലിറ്റി ഉണ്ട് നമ്മുടെ ഈ ഒരു സൂപ്പർ നാച്ചുറൽ എബിലിറ്റീസ് എല്ലാ നാച്ചുറൽ എബിലിറ്റീസും റിയലി ആ ഒരു ഫ്രൂട്ടിന് ആക്സസ് ഉണ്ട് എന്നാണ് സത്യാവസ്ഥ. അപ്പോൾ ഇതിൽ മെയിൻ പവർ വെച്ചാൽ നമ്മുടെ ഈ പവർ റിയലി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ക്ലൗഡ്സ് ഫ്ലെയിം ക്ലൗഡ്സിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യാനും നമ്മുടെ ആ ഒരു ഫ്ലെയിം ക്ലൗഡ്സ് വലിയ വോക്ക് ചെയ്ത് നമ്മുടെ ആ ഒരു ട്രാവൽ ഓഫ് എയർ അതിൻ്റെ ഒരു പവറാണ്. അത് മാത്രമല്ല നമ്മുടെ വേരിയസ് ടൈപ്സ് ഓഫ് എലമെൻറ്റ്സ് ലൈക്ക് നമ്മുടെ ഫ്ലെയിം ത്രോയിങ്ങും നമ്മുടെ മൗത്തിലൂടെ ആ ഒരു ഫ്ലെയിം ത്രോ ചെയ്യാനുള്ള എബിലിറ്റിയും അത് മാത്രം മെയിനായിട്ട് നമ്മുടെ ആ ഒരു ഫയറിനെ പ്രൊസസ് ചെയ്യുന്ന എബിലിറ്റിയാണ് ഇതിൽ നമ്മുടെ ഡ്രാഗൺ റേഞ്ച് അതിൻ്റെ ആ മൗത്തിലൂടെ ഫയർ ബ്ലാസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരു എബിലിറ്റി ഉണ്ട്. ലൈക്ക് അത് മാത്രമല്ല ബാക്കിയുള്ള എല്ലാ എലമെൻറ്റ്സും റിയലി ഈ ഒരു മിത്തിക്കൽ സോൺ ടൈപ്പ് ഡെവിൾ ഫ്രൂട്ട് പ്രൊസസ് ചെയ്യുന്ന വ്യക്തിക്ക് റിയലി ആക്സസ് ഉണ്ട് എന്നാണ് സത്യാവസ്ഥ. ലൈക്ക് നമ്മുടെ ടൊർണേഡോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് മാത്രം ലാർജ് ബ്ലേഡ്സ് റിയലി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അവൻ്റെ ആ ഒരു മൗത്തിലൂടെ.
അത് മാത്രം നമ്മുടെ മൗത്തിലൂടെ ഒരു വിൻഡ് ബ്ലോ ചെയ്യാൻ സാധിക്കും. അത് മാത്രമല്ല ഡ്രാഗനായിട്ട് മാത്രമല്ല റീൽ ഒരു ഹ്യൂമൻ ഡ്രാഗൺ ഫോമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ആ നൈസാണ് റീൽ ക്ലോസ് കോമ്പാക്റ്റിനൊക്കെ വളരെയധികം അഡ്വാൻറ്റേജ് നിൽക്കുന്ന ഒരു ഫോമാണ് റീൽ ചെറിയൊരു ഹ്യൂമൻ ഡ്രാഗണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അത് മാത്രമല്ല നമ്മുടെ ഇതിൻ്റെ വീക്ക്നെസ് ഏതാണെന്ന് ചോദിച്ചാൽ റീൽ നമ്മുടെ നേരത്തെ പറഞ്ഞ ആ ഒരു ഡെവൽ ഫ്രൂട്ട് വന്നു. ഇതിന് വീക്ക്നെസ് റീൽ ഒന്നും റിവീൽ ആയിട്ടില്ല, വീക്ക്നെസ് ഇല്ല എന്ന് വേണം നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ നമ്മുടെ ആ ഒരു ഹ്യൂമൻ ഡ്രാഗൺ ഫോമിൽ ആക്സസ് ഓഫ് നമ്മുടെ എല്ലാ ഒരു ഫ്ലെയിം എന്ന ഒരു എലമെൻറ്റ്സിലേക്കും റീലി അതിന് ആക്സസ് ഉണ്ട്. റീലി നമ്മുടെ ആ ഒരു ബേണിംഗ്, നമ്മുടെ ആ ഒരു ഫയർ ത്രോ ചെയ്യാൻ പറ്റുന്ന മൗത്തിലൂടെ ഫ്ലെയിം ത്രോ ചെയ്യാൻ പറ്റുന്ന ആ ഒരു ആക്സസ് ഉണ്ട് ഇതിന്. നമ്പർ 6 ഗൊറുഗൊറുനോമി. വൺ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് പാരമീറ്റഡ് ഡെവൽ ഫ്രൂട്ട് എന്നറിയപ്പെടുന്ന ഡെവൽ ഫ്രൂട്ട് ആണ് നമ്മുടെ സീരീസിലാണ് സാർ. അത് നമ്മുടെ യൂസറിന് ക്രിയേറ്റ് ലാസ്റ്റ് ഭയങ്കര സ്ട്രോങ്ങസ്റ്റ് അല്ല വൈബ്രേഷൻ വേവ്സ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ഈ ഗൊറുഗൊറുനോമി സാർസം. ഇതിൽ ഈറ്റം ബൈ നമ്മുടെ വൈറ്റ് ബേൺ ആണ് ഇത് കൺസ്യൂം ചെയ്തിട്ട് പിന്നെ പുളിക്കാൻ ഡെത്തിന് ശേഷം അത് നമ്മുടെ പവർ ടീച്ച് അങ്ങ് എടുത്തുകൊണ്ട് പോവുക, സ്റ്റീൽ ചെയ്തുകൊണ്ട് പോവുകയായിരുന്നു ഇതിലുണ്ടായിരുന്നത്. പിന്നെ ആ ഒരു യൂസറിന് റിയലി എന്താ ചെയ്യുന്നത് വെച്ചാൽ മാസീവായിട്ടുള്ള സുനാമീസും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ആ ഒരു. അത് മാത്രമല്ല നമ്മുടെ എയറിൽ ഓരോ ക്രാക്സ് ക്രിയേറ്റ് ചെയ്യണം, നമ്മുടെ എർത്ത് ക്വേക്ക് സൃഷ്ടിക്കാൻ സാധിക്കണം നമ്മൾ ഈ ഒരു യൂസറിന് ഇതുകൊണ്ട്. പിന്നെ നമ്മുടെ ഡ്യൂറിങ് നമ്മുടെ മറൈൻഫോർഡ് വാർഡ് നമ്മളെല്ലാം കണ്ടിട്ടുണ്ട്. നമ്മുടെ വൈബിഡ് നമ്മുടെ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള അഡ്മേഴ്സിനെതിരെയും മറ്റ് മറൈൻഫോർഡിലെ ഓരോ ആർമീസിനെതിരെയും റിയലി അവർ അത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഡെവൽ ഫ്രൂട്ടിൻ്റെ പവർ എന്ന് വെച്ചാൽ. അപ്പോൾ നമ്മളിത് പറയുന്നതിലും സെങ്കോക്കാനത് പറയുന്നുണ്ട് ഈ ഒരു ഡെവൽ ഫ്രൂട്ട് കൊണ്ട് നമ്മുടെ വൈറ്റ് ബിൻ ഉപയോഗിച്ച ലോകം മൊത്തം ഡിസ്ട്രോയ് ചെയ്യാൻ സാധിക്കും. അത്രമാത്രം പവർഫുൾ ആണ് റിയൽ നമ്മുടെ ആ ഒരു ഡെവൽ ഫ്രൂട്ട് എന്ന് വെച്ചാൽ. അപ്പോൾ അത് മാത്രമല്ല നമുക്ക് ആ ഡെവൽ ഫ്രൂട്ടിൻ്റെ മൊത്തത്തോടെ പവർ നമ്മൾ ഇതായിട്ടും കണ്ടിട്ടില്ല. ഈവൻ നമ്മുടെ വൈറ്റ് ബീഡ് ആയാൽ പോലും ആ ഒരു സമയത്ത് അതിൻ്റെ മൊത്തത്തോടെ പവർ യൂസ് ചെയ്തില്ല. കാരണം വൈറ്റ് ബീഡിൻ്റെ ക്രൂ മെമ്പേഴ്സ് പോലും ഫൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അതിനെതിരെ. അതുകൊണ്ട് അവർക്ക് ഡാമേജ് വരും എന്ന് വിചാരിച്ച് വൈറ്റ് ബീഡ് അത് യൂസ് ചെയ്തില്ല മൊത്തത്തോടെ. അത് മാത്രമല്ല നമ്മുടെ ബ്ലാക്ക് ബീഡിനെയാണ് കൺസ്യൂം ചെയ്തിരിക്കുന്നതെങ്കിലും ബ്ലാക്ക് ബീഡ് ഇപ്പോഴും അതിൻ്റെ ഫുള്ളായിട്ട് എങ്ങനെ കൺട്രോൾ ചെയ്യണമോ എന്നൊന്നും ഇതായിട്ട് നമ്മുടെ സീരീസ് വെളിപ്പെടുത്തിയിട്ടില്ല. 5 യമി നോമി. നമ്മുടെ കുറേ ആൾക്കാർ പറയുന്ന രീതിയിൽ വൺ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് ലോഗേ ടൈപ്പ് ഡെവൽ ഫ്രൂട്ട് എന്നറിയപ്പെടുന്ന ഡെവൽ ഫ്രൂട്ട് ആണ് രീതിയിൽ യമി നോമി. അത് നമ്മൾ യൂസിന് റിയലി ഡാർക്ക്നെസ് കൺട്രോൾ ചെയ്യാൻ റിയലി ആ ഒരു എബിലിറ്റി ഈറ്ററിന് സാധിക്കുന്നത്. റിയലി ആണ് നമ്മൾ ഈറ്റർ ബൈറിൽ നമ്മുടെ കറണ്ട് ഇപ്പോഴത്തെ എംപയർ ആയിരുന്ന ബ്ലാക്ക് ബീഡ് ആണ് റിയലി അത് കൺസ്യൂം ചെയ്യേണ്ടത്. ഇതിൻ്റെ എബിലിറ്റി റിയലി വൺ ഓഫ് ദ മോർ പവർഫുൾ ആയിട്ടുള്ള എബിലിറ്റി ആണ് റിയലി ഉള്ളത്. നമ്മളൊരു ബ്ലാക്ക് സ്മോക്ക് പോലെ സബ്സ്റ്റൻസ് റിയലി അദ്ദേഹത്തിൻ്റെ ബോഡിയിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യും. ആ ഒരു ബ്ലാക്കിൻ്റെ ഒരു സബ്സ്റ്റൻസിലേക്ക് മൊത്തത്തോടെ നമ്മുടെ ആ ഒരു ഒപ്പോണൻ്റ് ആയിട്ടുള്ള വ്യക്തിയും അവിടെയുള്ള സാധനങ്ങൾ മൊത്തം കൺസ്യൂം ചെയ്ത് മൊത്തം ഒരു ബ്ലാക്ക് ഹോൾ ചെയ്യുന്ന പോലെ മൊത്തത്തോടെ അങ്ങ് കൺസ്യൂം ചെയ്തെടുക്കുമായിരുന്നു. നമ്മുടെ ഈ ഒരു എൻറ്റയർ ടൗൺ വരെ നമ്മൾ ബ്ലാക്ക് ബീഡ്സ് കൺസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ബ്ലാക്ക് ഹോളിലേക്ക്. പിന്നെ വേറൊരു ഇൻട്രസ്റ്റിംഗ് തിങ് വെച്ചാൽ നമ്മുടെ ഈ ഒരു എന്താ പറയുക നമ്മുടെ എപ്പോഴെന്നുള്ളൂ ഒപ്പോണ്ട് ആ ഒരു എബിലിറ്റി റീൽ നമുക്കൊരു ടച്ചും കൊണ്ട് മാത്രം മൊത്തം അങ്ങ് അബ്സോർവ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് ഒരു എബിലിറ്റി റീലുണ്ട്. ഒരു ഇൻട്രസ്റ്റിംഗ് തിങ് ആണ്. എല്ലാ ടൈപ്പ് ഓഫ് ഡെവൽ ഫ്രൂട്ട് യൂസേഴ്സും ഈ ഒരു ഡെവൽ ഫ്രൂട്ട് പൊസസ് ചെയ്യുന്നത് ബ്ലാക്ക് ബീഡ് കാരണം അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതിന് വലിയൊരു വീക്ക്നെസ് ഒന്നും പറയാൻ ഇതായിട്ടില്ല. നമ്പർ 4 ഒപ്പയോപ്പനോമി റിയലി ഒരു പാരമീറ്റഡ് ഡെവൽ ഫ്രൂട്ട് ആണ്. അപ്പോൾ അതിൻ്റെ എബിലിറ്റി ആണ് നോക്കാൻ നമ്മുടെ ഹ്യൂമൻ ബോഡീസ് ഓരോ പീസസ് ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്ന സാധിക്കുന്ന ഒരു എബിലിറ്റി ആവുന്നുണ്ട്. ഇല്ലാതെ ഈറ്റ് ചെയ്തിരിക്കുന്ന രീതി നമ്മുടെ ലോയാണ്. അപ്പോൾ ലോയുടെ രീതി ആ ഡെവൽ ഫ്രൂട്ട് കാരണമുള്ള എബിലിറ്റി എന്ന് വെച്ചാൽ അവന് കീഴിൽ സർക്കിൾ ക്രിയേറ്റ് ചെയ്യും. ആ സർക്കിളിനകത്ത് എന്തൊക്കെയുണ്ട് ആ റിയലി കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഈവൻ നമ്മുടെ ആ ഒരു നോൺ ലിവിങ് തിങ്സിനെ റിയലി കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇറ്റ് മീൻസ് നമ്മൾ പല വേസിലും നമുക്ക് ആ ഒരു ഡെവൽ ഫ്രൂട്ടിൻ്റെ പവേഴ്സ് റിയലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മുടെ ലോ യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. റിയലി ലോ ഇത് യൂസ് ചെയ്യുന്ന പീപ്പിൾസിനെ കട്ട് ചെയ്യാനും അവരുടെ ലൊക്കേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാനും പിന്നെ മറ്റ് പീപ്പിൾസിനെ ഓരോ ഓർഗൻസ് റിയലി ടേക്ക് ചെയ്യാനും അവർ ഹാം ചെയ്യാതെ ഓർഗൻസ് ടേക്ക് ചെയ്യാനും. അപ്പോൾ അതിൽ നമുക്കറിയാം ലോ ഒരു സർജനാണ് ഇതിനകത്ത്. അപ്പോൾ മാത്രമല്ല നമ്മൾ ക്രിയേറ്റ് ഇലക്ട്രിക് ഷോക്സും വലിയ ആ ഒരു സോഡ് കൊണ്ട് അവൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ ഒരു ഡെവൽ ഫ്രൂട്ടിൻ്റെ യൂസ് കാണാം. ബട്ട് നമ്മുടെ ആ ഒരു സാധാരണ പാരമേഷ്യ ടൈപ്പ് ഡെവൽ ഫ്രൂട്ടും ഇത്ര വന്ന ഡെവൽ ഫ്രൂട്ടും കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഈ എബിലിറ്റി ഒന്നും റിയലി അത്ര സ്ട്രോങ്ങസ്റ്റ് അല്ല. ബട്ട് ഒരു എബിലിറ്റി കാരണം ഈ ഒരു ഡെവൽ ഫ്രൂട്ട് അത്രമാത്രം ഹൈപ്പിൽ നിൽക്കുന്ന ഡെവൽ ഫ്രൂട്ടാണ്. അത്ര എബിലിറ്റി ഉള്ള ഡെവൽ ഫ്രൂട്ടായി മാറും. അതേതാണ് നമ്മൾ നോക്കാണ് പോകുന്നത്. അതെന്ന് ഇപ്പോൾ ഒരു യൂസറിൻ്റെ നമ്മുടെ ആ എബിലിറ്റി നമ്മുടെ ആ ഡെവൽ ഫ്രൂട്ട് കൺസ്യൂം ചെയ്യുന്ന യൂസറിൻ്റെ ലൈഫിൻ്റെ എക്സ്ചേഞ്ച് ആയിട്ട് ആ ഒരു ഡെവൽ ഫ്രൂട്ട് റിയലി മറ്റൊരാൾക്ക് ഇമ്മോർട്ടൽ ആയിട്ടുള്ള ലൈഫ് സാധിക്കുന്നുണ്ട്. അത് ആ ഒരു എബിലിറ്റീനെ ഫാർ വലുതാക്കുന്നുണ്ട്. നമ്പർ 3 ഗൊറസ ഡെവൽ ഫ്രൂട്ട്. നമ്മൾ റീസണായിട്ട് ചാപ്റ്റർ 185 നമ്മൾ ഫുള്ളി കൺഫേം ആയിട്ട് ഒരു ഡെവൽ ഫ്രൂട്ടിൻ്റെ ചെറിയൊരു സീക്വൻസ് പോലെ നമ്മൾ കണ്ടായിരുന്നു. അതിനെ തന്നെ റീല് പറഞ്ഞിട്ടുണ്ട് വെച്ചാൽ നമ്മുടെ എൽഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഒരു ലാർജ് ആയിട്ടുള്ള ആനിമൽ ക്രീച്ചറിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ പറഞ്ഞ അത് റീലി നമ്മുടെ ഫാൻസ് പറഞ്ഞില്ല ആ ഒരു ഡെവൽ ഫ്രൂട്ട് യൂസിങ് കൺസ്യൂം ചെയ്തുകൊണ്ടായിരിക്കും അവരെല്ലാം റീലി ഡെവൽ ഫ്രൂട്ട്സിൽ ലാർജ് ആയിട്ട് ആനിമൽസ് ട്രാൻസ്ഫർ അതിൽ ഇപ്പോഴും കൺഫേം ആകാത്തൊരു കാര്യമാണ് ഇത്. അപ്പോൾ അവരുടെ പൊസസ് ആ ഡെവൽ ഫ്രൂട്ട് എത്രമാത്രം പവർഫുൾ ആണെന്ന് നമുക്ക് വിചാരിക്കാം. അവർക്ക് ആനിമലായിട്ട് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും.
ടു ആണ്. അതുകൊണ്ട് നമ്മളത് തേർഡ് പൊസിഷൻ കൊടുത്തിരിക്കുന്നത് നമ്പർ 2 ഇമ്മ്യൂ ഡെവിൾ ഫ്രൂട്ട്. അപ്പോൾ ഇമ്മ്യൂൻ്റെ ഡെവിൾ ഫ്രൂട്ടാണ് നമ്മൾ സെക്കൻഡ് പൊസിഷൻ വരുന്നത്. അപ്പം ഇമ്മ്യൂൻ്റെ ബോഡി ഇപ്പോഴും നമുക്കറിയാം ഒരു ഡെഫിനറ്റ് ആയുള്ള ബോഡി അല്ല, ഒരു ചേഞ്ചിങ് ഷേപ്പ് ഓഫ് ദ ബോഡിയാണ്. മറ്റുള്ള ഒരു ഷാർപ്പ് പോയിൻറ്റഡ് പോയിട്ടുള്ള ഒരു സർഫസ്, ഒരു ആരോ പോലത്തെ സാധനം ഇമ്മ്യൂന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ മാംഗോ വായിച്ചപ്പോൾ കണ്ടതായിരുന്നു. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ആ ഒരു സാബൂണി ഇഞ്ചുറി ചെയ്യാൻ വരെ നമ്മുടെ ഇമ്മ്യൂൺ അത്രമാത്രം പവർഫുൾ ആണ് നമ്മുടെ ഇമ്മ്യൂ എന്ന് വെച്ചാൽ. അപ്പം ഇമ്മ്യൂടെ പവർ എത്രമാത്രം ഫാർ ബെറ്റർ ആണ് നിങ്ങൾ വിചാരിച്ചത്. ഇമ്മ്യൂ ഇപ്പോഴും ഒരു മിത്തിക്കലായിട്ടുള്ളൊരു ഇമ്മ്യൂനെ കുറിച്ച് എന്താണ് അധികം വലിയ കാര്യം നമുക്ക് അറിയത്തില്ല. ബട്ട് ഇമ്മ്യൂ കൺസ്യൂം ചെയ്യുന്ന ഡെവിൾ ഫുഡ് അതുമാത്രം പവർഫുൾ ആണ് ഗൈസ്. ഓരോ സീക്വൻസസ് ഓരോരോ സീൻസ് കാണുമ്പോൾ നമുക്കത് മനസ്സിലാവുന്നുണ്ട് ഇമ്മ്യൂ എത്രമാത്രം പവർഫുൾ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇമ്മ്യൂ ഒരു ഡിസേർവിംഗ് ആണ് ഒരു സെക്കൻഡ് പൊസിഷൻ. ആ ഒരു അതിൻ്റെ ആ ഡെവിൾ ഫുഡ് പവർ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇമ്മ്യൂന് സെക്കൻഡ് പൊസിഷൻ കൊടുത്തിരിക്കുന്നത്. നമ്പർ 1 ഹിറ്റോയോമി മോഡൽ നിക്ക. ഹിറ്റോയോമി മോഡൽ നിക്ക ഒരു മിത്തിക്കൽ സോവൻ ടൈപ്പ് ഡെവിൾ ഫുഡാണ്. അതായത് ഈറ്റർ നമ്മുടെ വൺ ആൻഡ് ഓൺലി ഈറ്റർ മങ്കി ലൂഫി കൺസ്യൂം ചെയ്യുന്ന ഡെവിൾ ഫുഡാണ് നമ്മുടെ ഹിറ്റോയോമി മോഡൽ നിക്ക. അതിനെന്ന് വെച്ചാൽ നമ്മുടെ യൂസറിന് രീതിയിൽ സൺ കോഡ് നിക്കയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ഇത് ചെയ്യുന്നത്. ഈ ഒരു ഈറ്റർ രീതിയിൽ ഒരു റബ്ബർ ടൈപ്പ് ബോഡിയാണ് ഇതിൽ കിട്ടുന്നത്. മാത്രമല്ല ഇതിൻ്റെ ഒരു ട്രൂ പവർ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ളൂ. നമ്മുടെ യൂസേഴ്സിൻ്റെ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള പവറാണ് ഇതിൽ. യൂസറിൻ്റെ ഇമാജിനേഷൻ അനുസരിച്ച് പവർ എത്രമാത്രം വലുതാവും അത് മാത്രം വലുതാവുന്നതാണല്ലോ. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ പവർ എത്രമാത്രം വലുതാണ് നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പോൾ അതിൻ്റെ ട്രൂ പവർ ഇനിയും വരാനുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ വേൾഡ് ഗവൺമെൻറ് റിയലി പേടിച്ചിരുന്ന ഡെവിൾ ഫുഡാണ് നമ്മുടെ ഹിറ്റോയോമി മോഡൽ നിൽക്കുക എന്ന് വെച്ചാൽ. അതുകൊണ്ട് തന്നെ അവർ ആ ഒരു ഫ്രൂട്ടിൻ്റെ ഒരു ഹിസ്റ്ററി തന്നെ അവർ അതിനകത്തൊന്ന് ഇറേസ് ചെയ്ത് മാറ്റുകയും ആ ഒരു ഫ്രൂട്ടിൻ്റെ പേര് അവർ മാറ്റി കൊടുത്തു. ഗമു നോമി എന്നൊരു പേര് അവരതിന് കൊടുക്കും. ഒരു പാരമേഷ്യൻ ടൈപ്പുള്ള നോർമൽ ഡെവിൾ ഫ്രൂട്ട് മാത്രമാണ് എന്ന് ഒതുങ്ങി പോകുന്ന ടൈപ്പ് അവർ ആ ഡെവിൾ ഫ്രൂട്ട് മാറ്റുമായിരുന്നു ഉണ്ടായിരുന്നത്. സൺ ഗോഡ് നിക്കയുടെ പവർ പൊസസ് ചെയ്യുന്ന ഡെവിൾ ഫ്രൂട്ടാണ് ഇത്. നമുക്കറിയാം നമ്മുടെ ലൂഫിയുടെ ഇത് തന്നെ. അപ്പം ഇപ്പോൾ അതിൻ്റെ ഒരു ട്രൂ പവർ ഇപ്പം നിങ്ങൾ അവയ്ക്കുകയാണെങ്കിൽ നമ്മൾ വെറൈറ്റി ടൈപ്പ് ഓഫ് പവേഴ്സ് ഒന്ന് കൺസ്യൂം ചെയ്യുന്നത് ആ ട്രൂ ഇപ്പോൾ നമ്മുടെ ഗിയർ 5 അവയ്ക്കുന്നത് തന്നെ. അപ്പോൾ നമ്മുടെ ആ ഒരു ജയൻ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന നമ്മുടെ ബോഡി നൈസായിട്ട് സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടി അവർ സ്ട്രെച്ചിങ് ലിമിറ്റ്സ് ഒക്കെ വളരെയധികം. പിന്നെ വേറൊരു മെയിനുള്ള നമ്മുടെ ലൈറ്റിംഗ് സ്ട്രൈക്കിംഗ് ഒരു എബിലിറ്റിയും കൂടെ നമ്മൾ ആ ഒരു ഗിയർ 5 കാണും. ഗിയർ 5 കുറിച്ച് വലിയ ആരോടും പറയേണ്ട ആവശ്യമില്ല ഗൈസ്, എല്ലാവർക്കും അറിയാം എത്രമാത്രം പവർഫുൾ ആണ് നമ്മുടെ ലൂഫി എന്ന് വെച്ചാൽ. സോ ലൂഫി ഫസ്റ്റ് പൊസിഷൻ അർഹിക്കുന്നത് തന്നെയാണ് എവർ ടൈം ഗൈസ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഡെവിൾ ഫ്രൂട്ടിനെ കുറിച്ച് വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കും. ജസ്റ്റ് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലിംഗ് ക്ലിക്ക് ഓൾ ചെയ്യുക ഗൈസ് മച്ചാൻ പറയാം. അടുത്തടുത്ത് അൺപീസ് ക്യാരക്ടർ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഗൈസ്.